തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ തേടിയുള്ള യാത്ര കന്യാകുമാരിയിൽ എത്തി നിൽക്കുകയാണ്. പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കുന്നതെന്ന് കൂടി നോക്കാം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ കൂടുതൽ പോലീസ് സംഘങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ? ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അറിയുന്നു? ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയും? വീണ 24 മണിക്കൂർ പിന്നിടുമ്പോഴും കുട്ടിക്കായുള്ള തിരച്ചിൽ നടത്തുന്നതേയുള്ളൂ. ഇപ്പോൾ കൂടുതൽ സംഘം കന്യാകുമാരിയിലേക്ക്, പോലീസിന്റെ കൂടുതൽ സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ആദ്യ സംഘം കന്യാകുമാരിയിൽ എത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനും പരിസരത്തും അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയിരുന്നു. മറ്റുള്ള സ്ഥലത്തുള്ള പ്രദേശവാസികളോടെല്ലാം വിവരങ്ങൾ ആരായുകയും കുട്ടിയുടെ ചിത്രമടക്കം കാണിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നത്. എന്തായാലും അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലേക്ക് വീണ്ടും കൂടുതൽ സംഘത്തെ അയച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള സംഘം തിരിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എവിടേക്ക് വരികയാണെങ്കിൽ 24 മണിക്കൂറാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. എന്നാലും കുട്ടി എവിടെയെന്നുള്ള കാര്യം അജ്ഞാതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു ചിത്രം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തതെന്നുള്ള വിവരം പോലീസ് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്, തുടർന്ന് ഇന്ന് രാവിലെയോട് കൂടിയാണ് കന്യാകുമാരിയിലേക്ക് സംഘം തിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഈ കുട്ടി എവിടെ എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. വളരെ മണിക്കൂറുകൾ പിന്നിടുന്നത് ആശങ്ക ഉളവാക്കുന്നൊരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത്, ഭാഷ അറിയില്ല, അങ്ങനെ ഒരുപാട് പരിമിതികളും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ ആശങ്കാജനകമായ മണിക്കൂറുകളാണ് ഇനി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയെ കിട്ടുന്നിടത്തോളം കാലം കിട്ടുന്നത് വരെയുള്ള ആശങ്ക അത് തുടരുക തന്നെയാണ്. വളരെ നിർണായകമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സംഘങ്ങളായി പോലീസ് തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ ഏതായാലും മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ മാധ്യമങ്ങളുടെ പങ്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ്. തസ്മിത്ത് എവിടെ പോയി? 13 വയസ്സുകാരി കാണാതായിട്ട് 26 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു.